നമസ്കാരം. നാട്ടിൻപുറങ്ങളിൽ നാടൻ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലയട. അത് വരിക്കച്ചക്കയിലായാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. നല്ല മധുരമുള്ള വരിക്കച്ചക്കയുണ്ട്, പശുവിൻ നെയ്യുണ്ട്, ചുക്കുപൊടിയുണ്ട്, പിന്നെ ഏലക്ക പൊടിച്ച് വച്ചിട്ടുണ്ട്, അല്ലാതെ ശർക്കര ശർക്കരയല്ല, അതിനെ പൊടിച്ച് മെൽറ്റ് ചെയ്യാൻ കണക്കാക്കി പൊടിച്ച് വച്ചേക്കുകയാണ്. അത് മെൽറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു വച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് അരിപ്പൊടി നല്ല വറുത്ത് പൊടിച്ച തരികളൊന്നും ഇല്ലാത്ത അരിപ്പൊടിയാണ്. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അരിപ്പൊടിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചക്കയപ്പത്തിന് ആവശ്യമായിട്ടുള്ള സാധനം. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചക്ക ഒന്ന് നുറുക്കിയെടുക്കുക. ചെറുതായിട്ട് ചക്ക നുറുക്കി അത് നല്ല വരട്ടിയെടുക്കാൻ പാകത്തിന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ചക്കയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക നുറുക്കുന്നതാണ്. ഇത് മാക്സിമം ചെറിയ രീതിയിൽ നുറുക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാക്സിമം ചെറുതായിട്ട് നമ്മൾ നുറുക്കി എടുക്കുന്നത്. അങ്ങനെ ചക്ക നമ്മൾ ഏതാണ്ട് അരിഞ്ഞ് തീർന്നു. ഇനി ഈ അരിഞ്ഞ ചക്കയെ മാറ്റി വെച്ചിട്ട് ശർക്കര പാവ് കാച്ചാം. നമുക്കിനി ശർക്കര പാവ് കാച്ചാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിൽ ശർക്കര ഇട്ട് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ ശർക്കര ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ശർക്കര നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ആ പൊടിച്ച് വച്ചിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അത് നമുക്ക് മെൽറ്റായി കിട്ടിയത്. അത് ഇതേപോലെ നമ്മൾ നല്ല പൊടിച്ച് ഈ തിളച്ച വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ ശർക്കര പാനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ശർക്കര നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് അരിച്ച് മാറ്റുമ്പോഴേക്കും ഇതിലുള്ള എന്തെങ്കിലും മണ്ണും പൊടിയും സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങ് മാറിക്കിട്ടും. ഇത് നമുക്ക് ഈ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ശർക്കര പാവ് കാച്ചിയത് നമ്മൾ ഒരു ബൗളിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഈ നെയ്യിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളി വയ്ക്കാം. ആവശ്യത്തിനുള്ള ഈ ചക്ക വഴറ്റിയെടുക്കാനുള്ള നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ ഈ ചക്ക ഇട്ട് നല്ല രീതിയിൽ വഴറ്റി ആ ചക്കയിലുള്ള മാക്സിമം വെള്ളത്തിൻ്റെ അംശം ഇതിൽ നിന്ന് പോകുന്ന രീതിയിൽ ഇതിനെ വഴറ്റിയെടുക്കണം. നെയ്യ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ചക്ക മുഴുവനായിട്ട് ഈ ഉരുളിയിൽ തട്ടി കൊടുക്കുകയാണ്. ഇനി അത് നല്ല വൃത്തിയായിട്ട് ഇളക്കി മാക്സിമം ഈ ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഇതിൽ നിന്നും പോകുന്ന രീതിയിൽ ഇതിനെ നല്ല വൃത്തി ഇളക്കിയതൊന്ന് ഈ ചക്ക ഒന്ന് മെൽറ്റായി കിട്ടണം. ഈ ചക്ക വഴറ്റി എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനിയും അരിപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ചക്കയപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും ഇനി തുടങ്ങാം. നമുക്ക് ശർക്കര പാനി നമുക്ക് വഴറ്റി വെച്ചേക്കുന്ന ചക്കയിലോട്ട് ഒഴിച്ച് നല്ല മെൽറ്റാക്കി എടുക്കാം. നല്ല രീതിയിൽ ചക്കയും ശർക്കര പാനിയും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും അതിലിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പൊടി നമുക്കിടാം. ആദ്യം കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. അതിന് ഏലക്കാപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള കുറേശ്ശെ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും ചക്കയും ശർക്കര പാനി ചുക്കുപൊടി ഏലക്കാപ്പൊടി ഇതെല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇച്ചിരി നെയ്യൂടെ ഞാൻ ഒഴിക്കുകയാണ്. ചക്കയപ്പത്തിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയപ്പം അങ്ങനെ ഇലയിൽ പരത്തി നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഇതുപോലുള്ള ഒരു ചെറിയ ഉരുള എടുത്ത് ഇലയിൽ വെച്ച് നമ്മളിങ്ങനെ പരത്തി
അത്യാവശ്യം ഇലയുടെ സെൻറ്ററിൽ തന്നെ പരത്തിയിട്ട് ഇലയുടെ ബാക്ക് ഭാഗം മടക്കി 2 സൈഡും മടക്കി അങ്ങനെ വീണ്ടും ഒരു മടക്കും കൂടെ മടക്കി ഇതാ ഇങ്ങനെ ആക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇഡ്ഡലി കുട്ടുവത്തിലിൻ്റെ തട്ടിൽ വെച്ച് ഇതിനെ ആവി കയറ്റിയെടുക്കണം. അതാണ് അവസാന ഘട്ട പരിപാടി. നമ്മൾ ഇഡ്ഡലി കുട്ടുവത്തിൽ വെള്ളം നല്ല വൃത്തിയായി തിളച്ച് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറക്കി വെച്ച് പിന്നെ ആവി കയറ്റി വേവിച്ചെടുക്കാം. ഈ ഓരോന്നും വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിലേ 4 സൈഡിലൂടെയും ആവി വന്ന് ഇതിനെല്ലാത്തിനകത്തും ആവി കയറി ഇത് വേവുകയുള്ളൂ. അടുക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ ഉള്ളത് മാത്രമേ വേവും, മേളിലോട്ടുള്ള സാധനങ്ങൾ വേവില്ല. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആവി ഒരു അരമണിക്കൂറോളം ഇതിലിരുന്നിട്ടുണ്ട്. ഇലയുടെ കളറൊക്കെ നല്ല രീതിയിൽ മാറി. നമുക്ക് ഒരെണ്ണം മാത്രം ഒന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. ഇത് യഥാർത്ഥത്തിൽ ഇരുന്ന് കംപ്ലീറ്റ് തണുപ്പ്, ഇത് നല്ല രീതിയിൽ തണുത്ത് അതിന് ശേഷം മാത്രമേ ഈ സാധനം തുറന്ന് നോക്കാൻ ഇത് കഴിക്കാനുള്ള പാകത്തിനാവുള്ളൂ. അപ്പോൾ എന്തായാലും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം തുറന്ന് കാണിക്കുകയാണ്. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശമല്ല, വെന്തിട്ടുണ്ട്. ഒരല്പം ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. നല്ല മധുരവും ചുക്ക് പൊടിയുടെയും ഏലക്കയുടെയൊക്കെ നല്ല ടേസ്റ്റും നെയ്യുടെയൊക്കെ നല്ല ടേസ്റ്റും എല്ലാം ഉണ്ട്. നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെയ്തു നോക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.